ഇപ്പോൾ നമ്മളുള്ളത് വെള്ളിലാങ്കണ്ടത്തിന്റെ സ്പന്ദനം, ശരിക്കും സ്പന്ദനം എന്ന് തന്നെ പറയാം, കാരണം ഒരു കാർഷിക മേഖല കൂടിയാണ് ഈ വെള്ളിലാങ്കണ്ടത്തിന്റെ സ്പന്ദനം. ശരിക്കും അത് തന്നെ, ആനയും കാട്ടുപന്നിയും എല്ലാം ഉള്ള ഒരു നാടാണ്. ഈ നാട്ടിലെ ആളുകളുടെ സ്പന്ദനം ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ആർക്കൊപ്പമാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മളുള്ളത് വെള്ളിലാങ്കണ്ടത്തെ അച്ചു ടീ ഷോപ്പിലാണ്. നമുക്കിപ്പം ചേട്ടന്റെ പേരെങ്ങനെ? ബാബു ഏറ്റുമാനൂർ. ഓക്കെ, ഇവിടെ ജനിച്ചു വന്ന ആളാണ്. അതല്ല, ഏറ്റുമാനൂരിൽ നിന്ന് ഇവിടെ വന്ന ആളാണ്. ഏറ്റുമാനൂർ കാരണവന്മാർ വന്നു, ഞാൻ ഇവിടെ ജനിച്ചു വന്നു. 58 വയസ്സ് വന്നു. എനിക്ക് സംഘം പറയാനൊരു കോഴിമല കേസ് ഞാൻ രജിസ്റ്ററൊക്കെ പോയി കണ്ടായിരുന്നു. ഇവിടെ രജിസ്റ്റർ ഇരിപ്പുണ്ട്. അത് പ്രത്യേകം അത് നോക്കണം വനം വകുപ്പ്. നമ്മുടെ വനം വകുപ്പ് മന്ത്രി ഇച്ചിരി മോശമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാട്ടുപന്നിയും അതോടൊപ്പം തന്നെ മലമടക്കളോടെല്ലാം മല്ലടിച്ചിട്ടാണ്. ഇവിടെ ഒരു വേസ്റ്റ് വീട്ട് കൊണ്ടാക്കാൻ ഈ വേസ്റ്റ് ഇടാൻ വേണ്ടി. അല്ല, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. താങ്കൾ ആർക്കൊപ്പമാണ്? ഞാൻ ജോസിയാരുടെ കൂടെയാണ്, അല്ലെ മണിയാശാന്റെ കൂടെ. അപ്പോ അച്ചൂസ് ടീ ഷോപ്പിന്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറാം. ഇടുക്കി നമുക്ക് ആർക്കൊപ്പമായിരിക്കും ഇത്തവണ? അച്ഛേ, വേറെങ്ങനെ? നടരാജൻ. ഇവിടെ തന്നെ വെള്ളിലാങ്കണ്ടം തന്നെയാണ്. അതെ. ഇത്തവണ ഇടുക്കി ആര് ചെയ്യും? ഇടുക്കി ആര് ജയിക്കും ഇത്തവണ? ഇടുക്കിയിലോ? ഞാനത് പറയുകയാണ്. ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പലർക്ക് ഏറെക്കുറെ ഒന്ന് ആയി വരാതെ ഇപ്പം കയറി ഞാനൊന്നും ഒരു അഭിപ്രായം പറയുകയില്ല. നിലവിലെ എം പി എങ്ങനെയുണ്ട്? നിലവില് അതിനും പറയാൻ എനിക്ക് നിവൃത്തിയില്ല. എനിക്ക് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല, ഞാൻ പറയുകയാണ്. ആര് ജയിച്ചാലും കുഴപ്പമില്ല. നല്ല ആള് വരണം, അത്രേ ഉള്ളൂ. ജനത്തിന് കൊള്ളാവുന്ന ആള്, ജനത്തിന് ഉപകാരപ്രദമായ ആള്, ജനത്തിനെ തിരിച്ചറിയുന്നവർ വരണം. ജനത്തിനെ തിരിച്ചറിയുന്ന ആള് വരണമെന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളിലാങ്കണ്ടത്തിന്റെ സ്പന്ദനവുമായിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും ചേട്ടാ? അതേപ്പറ്റി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ മത്സരമാണ് നടക്കുന്നത്. മത്സരം നടത്തുമെന്ന് അറിയത്തില്ല, പ്രചരണം കയറി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതേക്കുറിച്ച് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. നിലവിലെ എം പിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടൻ വിലയിരുത്തുന്നത്? എം പിയുടെ കുഴപ്പമില്ലായിരുന്നു, അന്ന് പ്രവർത്തനങ്ങളായിരുന്നു. എനിക്കൊന്നും പറയാനില്ല, ഞാൻ വ്യാപാരിയാണെന്നൊന്നും പറയാനില്ല. വ്യാപാരി ആയതുകൊണ്ട് വ്യാപാര മേഖലയ്ക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ പറയാനായിട്ട്? നമുക്കൊന്നും പറയാനില്ല. നമുക്ക് യാതൊരു കുഴപ്പമില്ല. ആര് ജയിച്ചാലും പ്രശ്നമല്ല. ചേട്ടാ, ഇടുക്കി മണ്ഡലം ഇത്തവണ ആർക്കൊപ്പമായിരിക്കും? എന്താ അങ്ങനെ തറപ്പിച്ച് പറയാനുള്ള കാരണം? പുള്ളി നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒന്ന് ജയിച്ചു പോവാ, അതുകൊണ്ട് ഈ പ്രാവശ്യം പുള്ളി തന്നെ നേടുന്നുള്ള. അല്ല, അത്തവണ കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പരിസ്ഥിതി പ്രശ്നങ്ങളും കസ്തൂരി രംഗനൊക്കെ ഉയർത്തി കാട്ടാനുണ്ടായിരുന്നു. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ വിജയത്തിന് ആക്കം കൂട്ടുന്നത്? എന്തായിരിക്കും ആക്കം കൂട്ടുന്നത് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഗ്ദാനം, പട്ടയത്തിൻ്റെ കേസ്, ഇതെല്ലാം പുള്ളി ഒന്ന് കുറേ പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. LDF നമ്മുടെ അടുത്ത് ഇതിനു മുമ്പ് പട്ടയം തരാൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലും പലതും അത് കുറച്ച് പേർക്ക് കൊടുക്കുകയും ചെയ്തു. കുറച്ച് പേർക്ക് കൊടുക്കുകയും ചെയ്തല്ലോ. മണിസഖാവ് ഇരുന്നപ്പം കൊടുക്കുകയും ചെയ്തു. അതൊക്കെ മതി. അപ്പോൾ ഈ പ്രാവശ്യം LDF ജയിക്കും. ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ഈ വർഷത്തെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ UDF അനുകൂലമായിട്ട് വരാൻ സാധ്യത. കാരണം ഈ കഴിഞ്ഞ ഭരണത്തിൻ്റെ ആ ഒരു എന്താ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? അല്ല, നമ്മൾ പറയുമ്പോൾ നമ്മളെ ഇന്നത്തെ ഈ പെൻഷൻ്റെ ഒരു പ്രശ്നവും അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇടുക്കി UDF വരുമെന്നാണ് എൻ്റെ കണക്ക്. പറയാനൊക്കെയില്ല, ജനമല്ല തീരുമാനിക്കും. എല്ലാവരും മടുക്കില്ലേ. എൻ്റെ വോട്ട് ഞാൻ സ്ഥിരമായിട്ടും വിളിക്കുന്നു. ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി മാറി മാറി ഭരിക്കുന്നവർ ഇവിടെ ഒന്നും കൊണ്ടുപോവുകയും ചെയ്യില്ല. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഇവിടെ ഭരിച്ചിട്ട് ജനങ്ങൾക്ക് യാതൊരു ഗുണങ്ങളും ഇതുവരെ കിട്ടില്ല. മാറിയൊരു ഭരണം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ BJP കാരനാണ്. എനിക്ക് BJP വരണമെന്നല്ല എൻ്റെ കാഴ്ചപ്പാടിൽ.
അവർ വന്നാൽ എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ളതാണ്. ഇനി അല്ലാതെ ഇവരാരും വന്നാൽ ഇനിയിപ്പോൾ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റുകയില്ല, ജനങ്ങൾക്കൊന്നും കിട്ടുകയില്ല. കേന്ദ്രം കൊടുക്കുന്നൊന്നും ഇവിടെ ജനങ്ങൾക്കൊന്നും എത്തുന്നില്ല, കിട്ടുന്നില്ല. ഇവർ ഓരോ വകുപ്പ് മാറ്റി എല്ലാവരും ഈ ഇപ്പോൾ ഭരിക്കുന്നവരും മാറ്റി ചെലവഴിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു 10 പൈസ കിട്ടുന്നില്ല, കേന്ദ്രം ഒന്നും കിട്ടുന്നില്ല. കേന്ദ്രം ന്യായമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ലോകം കണ്ടതിൽ, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രധാനമന്ത്രിയായിരിക്കും. ന്യായമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ജനങ്ങളിലേക്ക് വേണ്ടി എത്തുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ഒന്നും തന്നെ ഇവിടെ കിട്ടുന്നില്ല.